ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ കോഴിക്കോടിനും വയനാടിനും ഇടയിൽ യാത്ര ചെയ്യുന്നു, പുരാതനമായ മലമ്പാതയിലൂടെ കടന്നുപോകുന്നു. യാത്ര അതിമനോഹരമാണ്, പക്ഷേ ഇത് വലിയ പോരാട്ടത്തിന്റെയും താമസം നേരിടുന്നതിന്റെയും യാത്ര കൂടിയാണ്. യാത്രക്കാരും വലിയ ട്രക്കുകളും അപകടകരമായ വളവുകളിലൂടെയും കൂടെയുണ്ടാവുന്ന ഉരുൾപൊട്ടലിലൂടെയും ദീർഘനേരത്തെ ദുഷ്കരമായ യാത്രയിലൂടെയും കടന്നുപോകുന്നു. പലർക്കും ഈ പാത ഏക ആശ്രയമാണ്, എങ്കിലും കേരളത്തിലെ ഏറ്റവും പ്രവചനാതീതമായ വഴികളിലൊന്നായി ഇത് തുടരുന്നു. എന്നാൽ ഈ യാത്ര എന്നേക്കുമായി മാറിയാലോ? മലനിരകൾ തന്നെ ഒരു പുതിയ വഴി വാഗ്ദാനം ചെയ്താലോ? ഇന്ന് നമ്മൾ നോക്കുന്നത് വടക്കൻ കേരളത്തിലെ കണക്ടിവിറ്റിയെ പുനർനിർവചിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ്. താമരശ്ശേരി ചുരത്തിലൂടെയുള്ള നിലവിലെ റോഡ് പ്രസിദ്ധമാണ്. 9 വെല്ലുവിളി നിറഞ്ഞ ഹെയർപിൻ വളവുകളാണ് ഇതിലുള്ളത്. സംസ്ഥാനത്തെ ഏറ്റവും ദുഷ്കരമായ മലമ്പാതകളിൽ ഒന്നാണിത്. പലപ്പോഴും കനത്ത ഗതാഗതക്കുരുക്കിൽ ഇത് തടസ്സപ്പെടുന്നു. കാലവർഷത്തിൽ അപകടസാധ്യത വർദ്ധിക്കുന്നു. കനത്ത മഴ ഈ റോഡുകളെ വഴുക്കുന്നതും ഉയർന്ന അപകടസാധ്യതയുള്ളതുമായ മേഖലകളാക്കി മാറ്റുന്നു. ഉരുൾപൊട്ടൽ ദിവസങ്ങളോളം വഴി തടസ്സപ്പെടുത്തുന്നു. അവശ്യ സാധനങ്ങളുടെ വിതരണം തടസ്സപ്പെടുത്തുകയും ആയിരക്കണക്കിന് ആളുകളെ കുടുക്കുകയും ചെയ്യുന്നു. അപകടങ്ങൾ ഒരു വലിയ ഭീഷണിയാണ്. ഇത് നിത്യയാത്രക്കാരെയും വിദ്യാർത്ഥികളെയും ചരക്ക് ഗതാഗതത്തെയും ബാധിക്കുന്നു. സമയനഷ്ടവും സുരക്ഷിതത്വമില്ലായ്മയും കൂടുതൽ വിശ്വസനീയവും ശാശ്വതവുമായ ഒരു പരിഹാരത്തിനായുള്ള ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. ഇതിനൊരു പരിഹാരമായാണ് സർക്കാർ അഭിലാഷപൂർണമായ കോഴിക്കോട്-വയനാട് ടണൽ പദ്ധതി നിർദ്ദേശിച്ചത്. അപകടകരമായ ചുരം റോഡുകളെ പൂർണ്ണമായും ഒഴിവാക്കാൻ രൂപകൽപ്പന ചെയ്ത ആധുനിക എഞ്ചിനീയറിംഗ് കാഴ്ചപ്പാടാണിത്. യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുകയും പൊതുസുരക്ഷ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യങ്ങൾ. വളഞ്ഞുപൊളഞ്ഞ വഴിയിൽ നിന്ന് നേരിട്ടുള്ള പാതയിലേക്ക് മാറ്റുന്നതിലൂടെ കേരളത്തിന്റെ ഗതാഗത മേഖലയെ ആധുനികവൽക്കരിക്കാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. ഇതൊരു റോഡ് മാത്രമല്ല, തീരപ്രദേശത്തെ മലനാടുമായി മുമ്പെങ്ങുമില്ലാത്ത വിധം ബന്ധിപ്പിക്കുന്ന അത്യാധുനിക കവാടമാണിത്. നിർദ്ദിഷ്ട എഞ്ചിനീയറിംഗ് അത്ഭുതമായ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലൊന്നായി മാറാൻ ഒരുങ്ങുന്നു. ടണലിന് ഏകദേശം 8 മുതൽ 10 കിലോമീറ്റർ വരെ നീളം പ്രതീക്ഷിക്കുന്നു. മലനിരകൾക്കുള്ളിലൂടെ ആഴത്തിൽ ഇത് കടന്നുപോകുന്നു. വിദഗ്ധ സംഘങ്ങളും ലാൻഡ് സർവേ വിദഗ്ധരും ഈ സങ്കീർണമായ പാത ഓരോ മീറ്ററും മാപ്പ് ചെയ്യാൻ പരിശ്രമിക്കുന്നു. നിർമ്മാണ വേഗതയും സുരക്ഷയും ഉറപ്പാക്കാൻ അത്യാധുനിക ടണലിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കും. ഏറ്റവും വലിയ മാറ്റം ലാഭിക്കുന്ന സമയമാണ്. 2 മണിക്കൂർ യാത്ര വെറും 30-40 മിനിറ്റായി കുറയും. കനത്ത മഴക്കാലത്ത് പോലും തടസ്സമില്ലാത്ത ഗതാഗതം ഇത് സാധ്യമാക്കുന്നു. പൂർത്തിയാകുമ്പോൾ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയതും പുരോഗമിച്ചതുമായ ടണലുകളിൽ ഒന്നായിരിക്കും. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി വെറുമൊരു റോഡ് വികസനം മാത്രമല്ല. ഇത് ദൈനംദിന ജീവിതത്തിന്റെ എളുപ്പത്തെക്കുറിച്ചാണ്. ജോലിസ്ഥലത്തും സ്കൂളിലും വീട്ടിലും സമയത്തിന് എത്താനുള്ള കഴിവിനെക്കുറിച്ച്. അടിയന്തര സാഹചര്യങ്ങളിൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. നിലവിൽ ചുരം റോഡ് ഒരു വലിയ തടസ്സമാണ്. മെഡിക്കൽ എമർജൻസികൾ ആവശ്യമായ വേഗതയിൽ കൈകാര്യം ചെയ്യാൻ ടണൽ സഹായിക്കുന്നു. മെച്ചപ്പെട്ട യാത്രാസൗകര്യം എന്നാൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ കൂടിയാണ്. ഇത് ആളുകളെ എളുപ്പത്തിൽ ജോലിക്ക് പോകാൻ സഹായിക്കുന്നു. ഓരോ കുടുംബത്തിനും തൊഴിലാളിക്കും ഇത് യാത്ര സുരക്ഷിതവും പ്രവചിക്കാവുന്നതുമാക്കി മാറ്റുന്നു. വയനാട് വിനോദസഞ്ചാരത്തിന് ലോകപ്രശസ്തമാണ്. എന്നാൽ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും തിരിച്ചടിയാകുന്നു. വേഗതയേറിയ പാത വരുന്നതോടെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൃഷിയാണ് ഈ പ്രദേശത്തിന്റെ ജീവനാഡി. കുരുമുളക്, തേയില, കാപ്പി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കയറ്റുമതികൾ. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കോഴിക്കോട്ടെയും മറ്റും വിപണികളിലേക്ക് വേഗത്തിൽ എത്തിക്കാൻ ടണൽ സഹായിക്കുന്നു. ഗതാഗത ചെലവ് കുറയുന്നത് ചെറുകിട ബിസിനസ്സുകളെ ശാക്തീകരിക്കുകയും പ്രാദേശിക സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഈ പദ്ധതി തീരപ്രദേശവും മലനാടും തമ്മിലുള്ള ദൂരം കുറച്ച പ്രദേശത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ മാറ്റിമറിക്കും. എങ്കിലും ഇത്തരം വലിയ വികസനങ്ങൾ ഗുരുതരമായ പരിസ്ഥിതി ആശങ്കകളും ഉയർത്തുന്നുണ്ട്. ഈ പ്രദേശം ജൈവവൈവിധ്യ കലവറയാണ്. അപൂർവ വന്യജീവികളുടെയും ആവാസവ്യവസ്ഥകളുടെയും കേന്ദ്രമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സുപ്രധാന വന്യജീവി സങ്കേതങ്ങളെ ബാധിക്കുമെന്ന് വിദഗ്ധർ ആശങ്കപ്പെടുന്നു. വനനശീകരണവും പർവ്വതങ്ങളുടെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ തെറ്റുന്നതും സംബന്ധിച്ച ഭീതി നിലനിൽക്കുന്നു. പദ്ധതി തുടങ്ങുന്നതിനു മുമ്പ് വ്യക്തമായ പഠനങ്ങൾ വേണമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ആവശ്യപ്പെടുന്നു. പുരോഗതിയോടൊപ്പം തന്നെ ഈ സവിശേഷമായ പൈതൃകം സംരക്ഷിക്കുന്നതും ഒരുപോലെ പ്രധാനമാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പരിസ്ഥിതി ആഘാതം കുറയ്ക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. പാറകൾക്കുള്ളിലൂടെ ആഴത്തിൽ നിർമ്മാണം നടത്തുന്നതിലൂടെ ഉപരിതലത്തിലെ വനങ്ങളെ സംരക്ഷിക്കാനാണ് ലക്ഷ്യമിടുന്നത്.
എങ്കിലും വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള സംവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. മനുഷ്യന്റെ ആവശ്യങ്ങളും പ്രകൃതിയുടെ സംരക്ഷണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അനുമതിയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഓരോ കാര്യവും സൂക്ഷ്മമായി പരിശോധിക്കപ്പെടും. സുസ്ഥിരമായ ഒരു ഭാവിക്ക് വിട്ടുവീഴ്ചയില്ലാത്ത സംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. വയനാടൻ യാത്ര ഒരു മികച്ച അനുഭവമായി മാറുന്ന ഒരു ഭാവി നമുക്ക് പ്രതീക്ഷിക്കാം. അപകടങ്ങളോ കാലതാമസമോ ഇല്ലാത്ത കാര്യക്ഷമമായ ഒരു യാത്ര സങ്കല്പിക്കുക. ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും നിരീക്ഷണവും ഓരോ യാത്രക്കാരനെയും സംരക്ഷിക്കും. ചുരം റോഡിലെ സമ്മർദ്ദം പഴങ്കഥയാകും, പകരം ആധുനിക യാത്രാ സൗകര്യം വരും. ഈ പദ്ധതി ഇന്ത്യയിലുടനീളമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു മാതൃകയായേക്കാം. വികസനത്തിന്റെ വേഗതയും പ്രകൃതിയുടെ ശാന്തതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് ഇതിന്റെ വിജയം. ചുരുക്കത്തിൽ, കോഴിക്കോട് വയനാട് ടണൽ വെറുമൊരു റോഡ് മാത്രമല്ല. ഇത് കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള പ്രത്യാശയുടെയും പുരോഗതിയുടെയും അടയാളമാണ്. പക്ഷേ ഒരു പ്രധാന ചോദ്യം അവശേഷിക്കുന്നു: വികസനവും പ്രകൃതിയും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും വരും തലമുറകൾക്കായി നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. ഈ പദ്ധതിയുടെ വ്യാപ്തി കേവലം എഞ്ചിനീയറിംഗിൽ മാത്രമല്ല, അതിന്റെ നിക്ഷേപത്തിലും കൂടിയാണ്. പശ്ചിമഘട്ടം തുറന്നുള്ള ഈ നിർമ്മാണം സാങ്കേതികമായി വലിയ വെല്ലുവിളിയാണ്. കോഴിക്കോട് വയനാട് ടണൽ പദ്ധതിക്ക് ഏകദേശം 2134 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നാണിത്. ഈ ബജറ്റിന്റെ വലിയൊരു ഭാഗം ഇരട്ട തുരങ്കങ്ങളുടെ നിർമ്മാണത്തിനായാണ് നീക്കിവച്ചിരിക്കുന്നത്. ടണലിലേക്കുള്ള അപ്രോച്ച് റോഡുകളും ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമാണ്. എങ്കിലും മലനിരകളിലെ നിർമ്മാണം വലിയ സാമ്പത്തിക വെല്ലുവിളികൾ ഉയർത്തുന്ന ഒന്നാണ്. നിർമ്മാണ വെല്ലുവിളികൾക്കും പരിസ്ഥിതി സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ചെലവിൽ മാറ്റങ്ങൾ വന്നേക്കാം. കണ്ടതിന് നന്ദി. ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിങ്ങളുടെ പങ്കാളിത്തം പ്രധാനമാണ്. വീണ്ടും കാണാം.